EMS അമ്പൂരിപ്പാട് ചെയ്യുന്ന പോലെയാണ്. വലിയ തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കണക്ക് പറഞ്ഞിട്ടുള്ളൊരു, ഞാൻ വളരെ ഗൗരവത്തോടു കൂടി അങ്ങ് പറയണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഞങ്ങൾക്ക് നല്ല ഗംഭീരമായ വിജയം കിട്ടിയെങ്കിലും ഞങ്ങളുടെ 6 ലക്ഷം വോട്ട് കുറഞ്ഞു, നിങ്ങളുടെ 5 ലക്ഷം വോട്ട് കുറഞ്ഞു. അതാണ് വ്യത്യാസം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2019 താരതമ്യപ്പെടുത്തിയത്. 2019 രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാൻ വരുന്നു, UP അധികാരത്തിലേക്ക് വരും. മധ്യ തിരുവിതാംകൂറിൽ ശബരിമലയിലെ വിഷയം വളരെ രൂക്ഷമായി നിങ്ങൾക്കെതിരെ നിൽക്കുന്നു. ഈ 2 വിഷയമാണ് അന്നത്തെ വൻപിച്ച വിജയത്തിനുള്ള കാരണം. ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലെ അന്തരീക്ഷം എന്താ? ശബരിമല ഇല്ലല്ലോ, ഇല്ല. ഞങ്ങൾക്ക് അനുകൂലമായ ഒരു ഘടകം അന്നുണ്ടായിരുന്നത് ദേശീയ തലത്തിലെ ഈ സെക്കൻഡ് ഫേസാണ് കേരളത്തിലെ ഇലക്ഷൻ. സെക്കൻഡ് ഫേസ് കേരളത്തിൽ ഇലക്ഷൻ നടക്കുമ്പോൾ 400 സീറ്റോടുകൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും എല്ലാവരും പ്രചരിപ്പിച്ച് നാട്ടുകാർ മുഴുവൻ വിശ്വസിച്ചിരിക്കുന്ന സമയം. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിൻ്റെ 4ാമത്തെ ഘട്ടമായപ്പോഴാണ് ഇന്ത്യ മുന്നണി കയറി വരുന്നുണ്ടെന്നുള്ള തോന്നലുണ്ടായത്. ആ തോന്നൽ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഞങ്ങൾ 20ൽ 20 സീറ്റും ജയിച്ചതിന് ഒരു സ്ഥലത്ത് തോക്കില്ല. വ്യത്യാസം മനസ്സിലാക്കണം. അങ്ങ് തൃശ്ശൂർ ജില്ലയിലെ എല്ലാ നിയോജകമണ്ഡലത്തെക്കുറിച്ചും പറഞ്ഞു. അങ്ങ് പരിശോധിക്കേണ്ടത്, ഞങ്ങളിത് പരിശോധിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞിരിക്കുന്ന, പരിശോധിക്കണമെന്ന് ഉറപ്പായി പരിശോധിക്കും. അങ്ങയോട് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന, അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം 60,000 വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മട്ടന്നൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ, അപ്പുറത്ത് തൃക്കരിപ്പൂർ, ഉദുമ, തളിപ്പറമ്പ്, ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം. എവിടെ നിന്നാണ് ഇറോഷൻ? ഇനി തൃശ്ശൂരിലെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ സുനിൽകുമാറിന് ഇത് അഭിപ്രായമല്ല ഈ സ്ഥാനാർത്ഥിക്കുള്ളത്. അങ്ങ് പറഞ്ഞത് കറക്റ്റാണ്. ഞങ്ങൾക്ക് 19 സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട്. കുറച്ച് ആളുകളിൽ ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യമാണ്. 2 വിഭാഗത്തിൻ്റെ പോയിട്ടുണ്ട്. അതിലൊരു വിഭാഗത്തിൻ്റെ പോയത് നിങ്ങൾക്കാണ് വന്നത്, നിങ്ങൾക്കാണ് വന്നത്. പക്ഷേ സുനിൽകുമാറിൻ്റെ വോട്ടിൽ ആ അധികമായി കിട്ടിയ ഒരു 50,000-ഓളം വോട്ട്, അത് കിട്ടാൻ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിന്. അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ആ 50,000 വോട്ടം നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടാണ്? CPM-ൻ്റെ വോട്ട് സുനിൽകുമാറിന് കിട്ടേണ്ടതിൻ്റെ ഇറോഷനായിരുന്നു BJP-യിലേക്ക്. നിങ്ങൾ ഒറ്റ സ്ഥലം പരിശോധിച്ചാൽ മതി, അന്തിക്കാട് പരിശോധിക്കും. ഇതേ തൊട്ടടുത്താണല്ലോ വ്യവസായ മന്ത്രി. നിങ്ങളുടെ വോട്ട് മുഴുവൻ BJP-യിലേക്കാണ് പോയത്. CPM-ൻ്റെ വോട്ട് BJP-യിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽകുമാറിന് അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത്. ഇങ്ങനെയുണ്ടൊരു സംഭവം. തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കാൻ നന്നായിരിക്കും.